ഗൈസ് അങ്ങനെ ISL ഒരു കൊൽക്കത്ത ഡെർബിയിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഒരു വിജയം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ഇരുന്നെടുത്ത് അവസാന നിമിഷം ആ പ്രതീക്ഷകളൊക്കെ അവസാനിക്കുന്നു. മത്സരം ഒരു ഡ്രോ ആയിട്ട് അവസാനിക്കുന്നു. 2-2 ഡ്രോ. മോഹൻ ബഗാൻ 2 ഈസ്റ്റ് ബംഗാൾ 2. ഏതായാലും ഇതൊക്കെയാണ് മക്കളെ ഡെർബികൾ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ISL സീസണിലെ ഏറ്റവും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്ന മത്സരം ഇതായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രയും എന്താ പറയുക, സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ആ ഒരു ഗെയിം ഒക്കെ കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ കംപ്ലീറ്റ്ലി ഇപ്പം പ്രസ്സിങ് ആണെങ്കിലും ക്ലോസ് ഡൗൺ ചെയ്യുന്ന ആ ഒരു തരത്തിൽ ഭയങ്കര ഒരു എന്താ എൻഡ് ടു എൻഡ് ഗെയിം എന്ന് തന്നെ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു എന്നുള്ളതാണ്. രണ്ട് ടീമുകളും ഒരേപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുള്ളൊരു മത്സരമാണ്. സാധാരണഗതിയിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് സമീപകാലം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മോഹൻ ബഗാൻ ഈ ഒരു കൊൽക്കത്ത ഡെർബിയിലൊരു ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ ഒന്ന് മാറി വരുന്നു. സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ജയിക്കേണ്ട ഒരു തരത്തിലേക്ക് പോകേണ്ടതായിരുന്നു. അവസാന നിമിഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരം ഒന്ന് കൈവിട്ട് പോകുന്നതെന്നുള്ളതാണ്. ഇതുപോലത്തെ ഡെർബീസൊക്കെ ഉറപ്പായിട്ടും മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ കേരള ഡെർബി ആണെങ്കിലും അല്ലെങ്കിൽ ഗോവൻ ഡെർബി അല്ലെങ്കിൽ, പക്ഷേ കൊൽക്കത്ത ഡെർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറൊരു ഇത് തന്നെയാണ്. കാരണം അത്രയും ഹിസ്റ്ററി പറയാനുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡെർബിയൊക്കെയാണ്. അതിലും ഈ ഒരു മത്സരത്തേക്ക് വരുമ്പം ഈസ്റ്റ് ബംഗാൾ 2 വട്ടം ഈ ഒരു മത്സരത്തിൽ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം ഒരു ക്രോസിൽ നിന്ന് വന്നു, അജയ് ഛേത്രി ഗോൾ അടിച്ചു. അജയ് ഛേത്രി ഇന്ന് കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് റോളിലാണ് കളിച്ചത്. എനിക്ക് രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഒരു ക്രോസിൽ നിന്നാണ് അർമാൻഡോ സാദിഖ് ഗോൾ അടിച്ചത്, 1-1 ആക്കിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു പെനാൽറ്റി സിറ്റുവേഷനിൽ ക്ലൈറ്റൺ ഒരു 2-1 ആക്കി വിജയത്തോട് അടുത്തു എന്ന് തോന്നിച്ചിട്ടുള്ളൊരു നിമിഷമാണ്. അത് ആക്ച്വലി നന്ദകുമാറിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, ബോക്സിനകത്തൊരു സിറ്റുവേഷൻ. പക്ഷേ അദ്ദേഹം അതിങ്ങനെ ബോൾ കാല് വെച്ചു, അത് സഹൽ പ്രസ് ചെയ്തു, ബോൾ നേടിയെടുത്തു. അങ്ങനെയാണ് ആ ഒരു ദിമിത്രിയോസ് ആ ഒരു ഗോൾ അടിച്ച് 2-2 എന്നുള്ള നിലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൻ്റെ വാശി കൂടുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു 2 പ്ലേയേഴ്സിന് സസ്പെൻഷൻ ഉണ്ട് അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ, അതായത് നെക്സ്റ്റ് യെല്ലോ എന്നുള്ള നിലയിൽ. അതുപോലെ 3 ഇഞ്ചറികളാണ് ഈ ഒരു മത്സരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 4 ഇഞ്ചറീസ്. അതായത് ബ്രണ്ടൻ ഹാമിൽ, അതുപോലെ അൻവർ അലി, സോൾ ക്രസ്പോ, മഹേഷ്, അങ്ങനെ 4 പേർക്ക് ഒറ്റ മത്സരത്തിൽ ഇഞ്ചറി പറ്റി. ഇതിൽ എനിക്ക് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഈ ഒരു മത്സരത്തിൽ എന്തിന് അൻവർ അലിയെ ഇറക്കുക എന്നുള്ളതാണ്. അൻവർ അലിയും സഹലും ആദ്യം വന്നപ്പോൾ ഞാനൊന്ന് വണ്ടറായി. കാരണം പിന്നെ അവരൊരു ലോങ് ഇഞ്ചറി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. സഹലിൻ്റെ കാര്യം ഓക്കെ, അതേപോലെ നാഷണൽ ടീമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ കുറച്ച് മിനിറ്റ്സെങ്കിലും കളിച്ചിട്ടുണ്ട്. പക്ഷേ അൻവർ അലി ഒരു ലോങ് ഇഞ്ചറി കഴിഞ്ഞിട്ട് ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഇറങ്ങുകയാണ്. അതൊരു ആംഗിൾ ഇഞ്ചറിയാണ്. അതും അദ്ദേഹം കളിക്കാത്ത റൈറ്റ് ബാക്ക് റോളിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കോച്ചസ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള. സാധാരണഗതിയിൽ കോച്ചസ് ആണെങ്കിൽ ആദ്യം കുറച്ച് മിനിറ്റ്സ് കൊടുത്ത് പിന്നെയാണ് ഒരു 1-2 മാച്ച് കുറച്ച് മിനിറ്റ്സ് കൊടുത്തിട്ട് പിന്നെയാണ് അത് വരുന്നത്. ഒരു ആംഗിൾ ഇഞ്ചറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇഞ്ചറിയൊക്കെ പറ്റി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഹാംസ്ട്രിങ് ആണ്. ഇത് ചിലപ്പോൾ ഒരു ലോങ് ടേം മറ്റൊരു ഇഞ്ചറിയിലേക്ക് പോകാം. ഐ ഡോണ്ട് നോ. ഈ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മോഹൻ ബഗാൻ എടുക്കുന്ന ഡിസിഷൻ, അതിപ്പം യുവാൻ ഫെറാണ്ടോ ആണെങ്കിലും ഈ ഹബാസ് പണ്ടേ ഇങ്ങനെ തന്നെ ഇഞ്ചറി ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ കളിപ്പിച്ചിട്ട് ആ ഇഞ്ചറി ഗുരുതരമാക്കും. ഏറ്റവും കൂടുതൽ നാഷണൽ ടീം പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു കൺസേൺ ഉണ്ട്. ഒന്നാമത് ഇപ്പോൾ സന്ദേശ് സിംഗിന് ഇഞ്ചറി ആയിട്ട് റൂൾഡ് ഔട്ട് ആണ്, മാർച്ചിൽ കളിക്കാൻ പറ്റത്തില്ല. ഇനി അൻവർ അലിയും കൂടി ഇനി അവൈലബിൾ അല്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് തന്നെ അതൊരു പ്രശ്നമാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് എ വേഴ്സ്റ്റ് തിങ്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിലും കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് പയ്യെ തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഇനി പുള്ളിക്ക് അതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. സോ അതാണ് എൻഡ് ടു എൻഡ് ഒരു എക്സൈറ്റിംഗ് ഗെയിമായിരുന്നു. ചില ഇഞ്ചറീസ് എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയത്. പക്ഷേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് മാച്ചായിട്ട് ഞാൻ വിലയിരുത്തും. അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡെർബി മാച്ചും ഇതുവരെ സോഫാ സംഭവിച്ചതും ഈ ഒരു മാച്ചായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ കാണിക്കും. ഞാൻ സനി.